ഹായ് ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് അമ്മ വീട്ടിലുണ്ട്, പണിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നേരം വെളുത്ത് ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി കേട്ടോ. എല്ലാവരും 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും 7 മണിയൊക്കെ കഴിയും കേട്ടോ. കാരണം നേരം വൈകി ഞങ്ങൾ കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് നേരം വൈകിട്ടാണ് എഴുന്നേൽക്കുകയും ചെയ്യുക. പിന്നെ ഞാനിവിടെ അമ്മയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം വൈകി. ഞാൻ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അമ്മ ഒരുവിധം പണിയൊക്കെ ഒരുക്കി കേട്ടോ. അപ്പോൾ അതേ തുണിയൊക്കെ അലക്കി ഇട്ടു. പിന്നെ ആ പണിയില്ല. അങ്ങനെ അമ്മ പുറത്തേക്ക് രാവിലെ തന്നെ ഓരോ പണിക്കായിട്ട് ഇറങ്ങി. നമുക്ക് ചെറിയ രീതിയിൽ പറമ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കിളയ്ക്കുകയും നടുവൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ അതേ റോഡിൻ്റെ ഭാഗമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. കൊന്നപ്പൂവൊക്കെ ചാടും എന്നാലും. അപ്പോൾ അതേ ഞങ്ങളുടെ വീട്ടിലുള്ള ചെടി പരിചയപ്പെടുത്തി തരാം. ഇനി പൂവുള്ള ചെടിയാണോ മറ്റേ ചെടിയാണോ സംശയം വേണ്ട. അത് ഇങ്ങനെയുള്ള ചെടിയാട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പൂവുള്ള ചെടികളൊന്നുമില്ല കേട്ടോ. അധികം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ നല്ല ചെടികളാണ്. കൊന്നയും അതുപോലെ മുല്ലപ്പൂവുണ്ട്. പിന്നെ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാ വീടുകളിലും തന്നെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാണൽ കുറവാട്ടോ. എല്ലാവരും തന്നെ ഇപ്പം നല്ല ചെടിച്ചട്ടി പൈസ കൊടുത്ത് വാങ്ങിച്ച് പൂവുണ്ടാക്കി വെക്കുന്നതല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. എല്ലാം പഴയ രീതിയിലുള്ള ചെടികൾ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേനൽക്കാലത്ത് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന തന്നെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കണ്ടോ. അതേ മൈലാഞ്ചി ചപ്പ് പോലെയുള്ള ചെടിയൊക്കെ ആട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടിക്കൊടുക്കും ഇടയ്ക്ക്. നല്ല ഭംഗിയിൽ റൗണ്ടിൽ വരാൻ പാകത്തിന് ഇടയ്ക്ക് കത്രിയൊക്കെ എടുത്ത് വെട്ടിക്കൊടുക്കും. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെടിയുടെ രൂപങ്ങൾ. പിന്നെ അതുപോലെ അത് ചെറിയൊരു മാവുണ്ട്. അതിൽ നിറച്ച് മാങ്ങയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കാരണം ഒരു 5-8 മാങ്ങയൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതിനകത്ത് എപ്പോഴും തന്നെ മാങ്ങയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതേ ഞങ്ങളുടെ ഇവിടെ വഴിയുടെ ഭാഗത്ത് ഇങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ ഒരു ചെടി ഉണ്ട് കേട്ടോ. അത് വളഞ്ഞ് നിൽക്കുക. കാറ്റ് ഇന്നലെ വീശിയതുകൊണ്ട് അത് വളഞ്ഞ് നിൽക്കുക. അതുപോലെ തന്നെ കൊന്നയാണിത്. കൊന്നപ്പൂ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ആർക്കും വേണ്ട കേട്ടോ. എല്ലാവരും വീട്ടിൽ തന്നെ ഇപ്പോൾ കൊന്നപ്പൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും വേണ്ട. പക്ഷേ നമുക്കിത് കാണാൻ ഭംഗിയാലോ എന്നോർത്ത് ഞങ്ങളിത് വെട്ടിക്കളയാറില്ല കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ചെടികളൊക്കെ അതേ കണ്ടോ. ചെമ്പരത്തി, മുല്ലയും അതുപോലെ അങ്ങനെയുള്ള ചെറിയ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ആട്ടോ. ചെമ്പരത്തിയിൽ പൂവുണ്ടാവും കേട്ടോ. ഒരുപാട് പൂവുണ്ടാവും. അപ്പോൾ അതേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം മോള് എല്ലാ പൂവും പറിക്കും. അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയുള്ള ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഉള്ള ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ തൂമ്പയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കിള തുടങ്ങി. പിന്നെ കുറച്ച് ചേമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേമ്പിൻ്റെ തട ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ തന്നെ ആട്ടോ കൃഷിയൊക്കെ ചെയ്യണത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്യും. അപ്പോൾ അതിന് മണ്ണൊക്കെ എടുത്തു. പിന്നെ അതിനകത്തേക്ക് ഇങ്ങനെ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇറക്കി വെച്ച് അതിൽ കുറച്ച് ചാരവും അതുപോലെ ചാണകപ്പൊടി പിന്നെ അതുപോലെ കരിയിലൊക്കെ വാരിയിട്ട് അമ്മ തന്നെ നട്ട് അതൊക്കെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വലുതാകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് തിന്നാനാണെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ ഇത്തവണ അങ്ങനെ ഞങ്ങളൊന്നും പോകില്ല എന്നറിയാവുന്ന കാരണം അമ്മ തന്നെ എല്ലാം തന്നെ കുറച്ചധികം നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തട കുറവാണ് കേട്ടോ. അപ്പോൾ തടയ്ക്ക് വേണ്ടി ഇനി അന്വേഷിച്ച് പോകണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേറെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നട്ടു. അപ്പോൾ മോളടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മാമ്മയുടെ പുറകിൽ നിന്ന് മാറൂല കേട്ടോ. പിള്ളേർക്ക് പിന്നെ അങ്ങനെയാണല്ലോ. അമ്മാമ്മമാരെന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് അവൾ അമ്മയുടെ പുറകിൽ നിന്ന് മാറില്ല. അമ്മ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോവും. അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞാൽ എടുത്തു കൊണ്ടുവരും. അപ്പോൾ ഒരു ചേമ്പ് നട്ടു. പിന്നെ ഇത് അമ്മ നട്ട കപ്പയാട്ടോ. കപ്പയ്ക്ക് മണ്ണില്ല. പക്ഷെ കുറേ ആയി, പറിക്കാനൊന്നും ആയില്ല. അപ്പോൾ മണ്ണിടണം. അങ്ങനെ ചേമ്പിൻ്റെ ഒരു തട ചേമ്പ് നട്ടു. ഇനി അടുത്തത് അതിനുള്ള കിളയൊക്കെ കിളയ്ക്കുന്നുണ്ട്. അപ്പോൾ പറമ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പറമ്പൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പറമ്പുണ്ട്. 16 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചേമ്പിൻ്റെ തടയും കുറച്ച് വിറകെടുക്കാൻ വേണ്ടി അവർ പോവുക കേട്ടോ. ഞങ്ങളുടെ പുതിയ റോഡാട്ടോ ഇത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന റോഡും പിന്നെ മുകളിലേക്ക് വണ്ടി പോകാനുള്ള റോഡാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇത് വലിയ മലവെള്ളം വരുന്ന രീതിയിലുള്ള റോഡായിരുന്നു. കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. ഇപ്പോൾ അതൊക്കെ നികത്തി നല്ല ഭംഗിയായിട്ടോ. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും എല്ലാവരും സഹകരിച്ചതുകൊണ്ട് റോഡായി. അപ്പോൾ അവർ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ റോഡാട്ടോ. നല്ല എല്ലാ വണ്ടികളും പോകുന്ന റോഡാണ്. ബസ് വരെ പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ബസ് പോകണില്ല കേട്ടോ. എന്നാൽ എന്തെങ്കിലും ഇത് വരുമ്പോൾ ബസ് ഇതിൽ പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത തന്നെ ബസ് നേരായ റൂട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ വലിയ വണ്ടികളൊക്കെ പോകും കേട്ടോ. ടാങ്കർ ലോറി അങ്ങനെ തമിഴ്ക്കാരുടെ വണ്ടികളൊക്കെ പോകും. അപ്പോൾ അവർ റോട്ടിലിറങ്ങി മാങ്ങയുണ്ടോ എന്ന് നോക്കണം. അവിടെ ഒരു മാവുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ആ മാത്തയിൽ നിറച്ച് മാങ്ങയുണ്ട്. പക്ഷേ ഒറ്റെണ്ണം താഴെ ചാടില്ല. അപ്പോൾ ഇന്നലെ നല്ല കാറ്റ് വീശായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചാടിയോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അവരിങ്ങനെ റോട്ടിൽ നടന്ന് അങ്ങ് പോകണം. കുറച്ചങ്ങ് പോയൊരു പറമ്പുണ്ട്. വലിയൊരു റബ്ബർ തോട്ടം കിട്ടും. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ നടുക്കൊക്കെ ചെറിയ ചേമ്പിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പറിച്ച് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നടുവിട്ടമ്മ. അങ്ങനെ അവരങ്ങ് പോയി. ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് വലിയ കാടാണ്. പക്ഷേ കാടൊന്നുമല്ല കേട്ടോ. വലിയ വലിയ വീടുകളാണ്.
അപ്പോൾ അതുകൊണ്ട് ചുറ്റുംപുറം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുന്നവർ വിചാരിക്കും ഇതേതോ കാട്ടിൽ പിന്നെ ആദിവാസികളുടെ ഇതാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. അപ്പോൾ അവർ പോയി വന്നു കേട്ടോ. അവർ ചേമ്പിൻ്റെ തടയും കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അവർ അതെല്ലാം വെട്ടിപ്പറക്കി അമ്മ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിറകും കിട്ടിയിട്ടോ. എവിടെ പോയാലും ഒരുപാട് വിറകും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ആ വിറകും അതും ചേമ്പിൻ്റെ തടയൊക്കെ വെട്ടി കണ്ടിച്ച് എടുത്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ പിടിച്ചില്ല. അപ്പം അങ്ങനെ അതൊക്കെ കൊത്തി എല്ലാം അപ്പം തന്നെ ആക്കി വെക്കണം കേട്ടോ. പിന്നെ ആ ചേമ്പിൻ്റെ തടയെല്ലാം കൊത്തിപ്പറക്കി ഇനി അത് നടുകയും ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. ഇന്ന് എന്തായാലും നേരം കൊടുത്തു. ഇത്രയും ദിവസം ഇവിടെ ആരും ഇല്ലായിരുന്നു, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറമ്പേക്കൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ പുറകെ കൂടെ പോണതുകൊണ്ട് കുറേയൊക്കെ സമയം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ വീണ്ടും ചേമ്പിൻ്റെ കുഴിയെടുത്ത് ഒരു കട ചേമ്പ് നട്ടു കേട്ടോ. അപ്പോൾ അതിന് കരിയില അതും ഇതൊക്കെ വേണം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇഷ്ടംപോലെ കരിയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചാരം ഇടും കേട്ടോ. ഞങ്ങൾ കുറച്ച് ചാരവും അതുപോലെ കരിയിലയും അതുപോലെ ചാണകപ്പൊടിയൊക്കെ കൊണ്ടുവന്നാണ് അതിനകത്ത് വിതറണത്. അപ്പോൾ അങ്ങനെ വിതറി കഴിയുമ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ അതിനകത്ത് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിന്നാൻ ആളില്ലാതെ അമ്മ തന്നെ കുറച്ചായിട്ട് പൊഴിഞ്ഞ് അങ്ങനെ തിന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം പറിച്ച് കഴിഞ്ഞാൽ തിന്നാൻ ആളായില്ലേ. അതുകൊണ്ട് കുറച്ചധികം നടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം തന്നെ നട്ടു. അങ്ങനെ കൊണ്ടുവന്നതെല്ലാം ഒരുവിധം തന്നെ നട്ടു കേട്ടോ. അതിനകത്ത് കരിയിലൊക്കെ വാരിയിട്ടു. പിന്നെ മുറ്റത്ത് കുറേ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി എല്ലാം നടുവും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ പണിയൊക്കെ അകത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ അതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ മോളും ഉണ്ട്. പിന്നെ ഞാൻ ചോറിന് അരി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ തിളച്ചു. പിന്നെ അമ്മ മുറ്റത്തിൻ്റെ താഴെ പോയി അവിടെയും കിളച്ചു കേട്ടോ. അവിടുത്തെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ എന്താ പറയുക നിറയെ ഇങ്ങനെ തിങ്ങിയുണ്ടായി. ഇനി അതൊക്കെ പറിച്ച് വൃത്തിയാക്കണം. അതൊക്കെ കിളയ്ക്കും കേട്ടോ. അപ്പം നല്ല ഭംഗിക്ക് തന്നെ കിളച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിനും അവിടെയും കുഴിയെടുത്ത് ചേമ്പ് നടാൻ വേണ്ടി എൻ്റെ മോള് ബക്കറ്റിൽ ചാരവും അതുപോലെ ഒരു തടയൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അങ്ങനെ അതും നട്ടു. അപ്പോൾ ഞങ്ങളുടെ പാറു ഒച്ചയാക്കിയിട്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ കിണറിൻ്റെ ഭാഗം. ഇത് കിണറാണ്, കെട്ടിയിട്ടില്ല. അപ്പോൾ അത് വലയിട്ട് മൂട്ടിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ പാറു കൊണ്ട് ഇവിടെ കിടന്ന് ഒച്ചയാക്കുന്നു. അപ്പോൾ അങ്ങനെ അവളെയും കൊണ്ടുവന്നു. അവൾക്കിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടോ, ഓടിക്കളിക്കാനും അതുപോലെ മറ്റുള്ളവരങ്ങനെ കൂടെ നടക്കാനൊക്കെ ഭയങ്കര സന്തോഷം. ഇത്രയും നാളും കൂട്ടിലിട്ടടച്ച കിളിയെപ്പോലെ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് പെട്ടെന്ന് പാറി നടക്കാൻ കിട്ടിയ അവസരം അവൾ മുതലാക്കി. അങ്ങനെ അവളെയും കൊണ്ടുവന്നു. പിന്നെ ചെടിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ട പ്രാണിയും അതും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് പുള്ളിക്കാരത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വീടിൻ്റെ പുറവശമാട്ടോ. വീടിൻ്റെ പുറവശത്ത് ഇങ്ങനെ ഒരു ചെറിയ തടയും കൂടി ഉണ്ട്. അത് നടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ പറമ്പാട്ടോ അത്. അവിടെയെല്ലാം കവുങ്ങും കപ്പയും ചേനയും ചേമ്പും അങ്ങനെ എല്ലാ കൃഷികളുണ്ട്. ആദ്യമൊക്കെ ഇവിടെ റബ്ബറായിരുന്നു കേട്ടോ. അപ്പോൾ ആ റബ്ബറിൻ്റെ ഇതൊക്കെ മാറ്റി കൃഷി തുടങ്ങി. പിന്നെ തൊട്ട് കാണാനൊരു ഭംഗിയായി സ്ഥലമെല്ലാം. അങ്ങനെ അതും നട്ടു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊത്തിയ വേഗമൊന്നും കിട്ടില്ല, പതുക്കെ കൊത്തി എടുക്കണം. അപ്പോൾ അങ്ങനെ നടന്നു പോയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലയിലൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാറുവിനെയും കൊണ്ടുവന്നു. അവളും ഇങ്ങനെ ആ പുല്ലിൻ്റെ അടുത്തൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളെയും കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ മോളും വന്നു. അങ്ങനെ കുറച്ച് നേരം പുല്ലയിൽ കളിക്കാനൊക്കെ വിട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിനകത്ത് കയറിയിരുന്നു. നടന്നു കിടന്ന് എനിക്ക് പറ്റില്ലാത്ത കാരണം ഞാൻ കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് ആടി. അങ്ങനെ ഇവിടെ 3 ഊഞ്ഞാലുണ്ട് കേട്ടോ. എല്ലാവർക്കും ആടാൻ വേണ്ടി പ്രത്യേകിച്ച് ഊഞ്ഞാലുണ്ട്. അങ്ങനെ എല്ലാവരും വരുമ്പോൾ അതിനകത്ത് കയറിയിരുന്ന് ആടും. ഊഞ്ഞാലാടി കളിക്കലാട്ടോ ഇവിടുത്തെ പണി. ഇങ്ങനെ കണ്ടോ, ചുറ്റും പുറം സ്ഥലവും ഉള്ളത് കൊണ്ട് നമുക്ക് ഏതിൽ വേണമെങ്കിലും പാഞ്ഞ് കിടക്കാം. മറ്റേ ഇത്രയും നാളും അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആടുന്ന കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങളുടെ പാറു നന്തം വിട്ട് നോക്കുക കേട്ടോ. അവളിങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാലും അവൾക്ക് സന്തോഷമായി, കാരണം പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ആടി. പിന്നെ ഞങ്ങൾ പിന്നെ കണ്ടോ, ഇതാണ് 1ാമത്തെ ഊഞ്ഞാൽ, 2ാമത്തെ, അങ്ങനെ ഇത് 3ാമത്തെ, അങ്ങനെ വേറെ ഉണ്ട് കേട്ടോ ഊഞ്ഞാൽ. കുറച്ച് അങ്ങോട്ട് ഒരു 2 മരത്തിൻ്റെ അപ്പുറമാണ്. അപ്പോൾ അത് ഇതിങ്ങനെ നടന്ന് പോകണം കേട്ടോ. കണ്ടോ, അത് ഇതിൽ നടന്ന് പോകണം. ആരെങ്കിലും വലിയ പിള്ളേരൊക്കെ വരുമ്പോൾ അതിനകത്തിരുന്നാട്ടോ ആടണേ. അപ്പോൾ നടന്നു പോയാൽ കാണാം. കപ്പയുടെ അടുത്തേക്കൂടെ നടന്നു പോയി. അവിടെയും വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അവരവിടെയും നല്ല ഭംഗിയാക്കി അടിച്ചൊക്കെ വാരിയിട്ടാണ് മോളായിട്ട് അത് അടിച്ച് വാരുകയൊക്കെ ചെയ്തേ. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് വീണ്ടും അമ്മ ഇവിടെ തന്നെ വീണ്ടും ഒരു തട. അങ്ങനെ വീടിന് ചുറ്റും പുറവും ഇങ്ങനെ ചേമ്പ് നട്ട് എല്ലാം ആക്കിയിട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ, അമ്മ ചെരുപ്പൊക്കെ ഊരിയിട്ടെല്ലാം വീണ്ടും നടാനുള്ള പരിപാടിയാണ്. അവിടെയും കൂടി ഒന്ന് നട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു.
പിന്നെ അതേ ഞങ്ങളുടെ വീട്ടിലെ കണിക്കൊന്ന കണ്ടോ നല്ല പോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര